സജീഷ് ഗോവിന്ദൻ. അപ്പം അധികം ആളുകളും ചോദിച്ചിരുന്നു വളവ് തിരിയുന്ന സമയത്ത് എത്ര സ്റ്റിയറിംഗ് തിരിക്കണം, അത് നമ്മളെങ്ങനെ മനസ്സിലാക്കണം. ഇപ്പോൾ നിങ്ങൾ നോക്കുക, ഞാൻ സ്റ്റിയറിംഗ് തിരിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കുക. ചെറിയ ചെറിയ വളവുകളിലൂടെയാണ് ഞാൻ പോകുന്നത്. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ ആകെ ഈ ഒരു സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ആകെ മനസ്സിലാക്കേണ്ടത് റോഡിൻ്റെ ലെഫ്റ്റ് സൈഡ് ചേർന്ന് പോകാൻ വേണ്ടിയിട്ട് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ റോഡിന് ധാരാളം വളവുകൾ ഉണ്ടാവും. അപ്പോൾ ആ വളവുകളൊക്കെ ഉള്ള സമയത്ത് ലെഫ്റ്റ് ചേർത്ത് പോകുക എന്നുള്ളതാണ് കാര്യം. അപ്പോൾ ലെഫ്റ്റ് ചേർക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഡാഷ്ബോർഡിൻ്റെ സെൻറ്റർ നോക്കുക. ഡാഷ്ബോർഡിൻ്റെ സെൻറ്ററിലാണ് ലെഫ്റ്റ് ടയർ എന്ന് വിചാരിക്കുക. സെൻറ്ററിലൂടെ നോക്കുന്ന സമയത്ത് റോഡിൻ്റെ ബോർഡർ കാണുന്നുണ്ടോ നോക്കുക. കാണുന്ന പോലെ നമ്മൾ ഓടിക്കുക. ഇത്രയേ ചെയ്യാനുള്ളൂ. വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഡാഷ്ബോർഡിൻ്റെ കണ്ടില്ലേ, വേറൊരു വണ്ടി കയറാൻ വേണ്ടിയിട്ട് നിൽക്കുന്നു. ഈ ഒരു വണ്ടി മുന്നിലുണ്ട്. നമ്മൾ റൈറ്റ് ഇൻഡിക്കേറ്റർ കൊടുത്തിട്ട് ഇതിനെ പതിയെ ഓവർടേക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു. ഞാൻ അധികം പെട്ടെന്ന് ഓവർടേക്ക് ചെയ്യുന്നില്ല. മുമ്പിൽ ചെറിയ സ്കൂട്ടിയൊക്കെ ഉണ്ട്. എന്താ പതിയെ ഓവർടേക്ക് ചെയ്യുന്നു. അത് നോക്കുക. പതിയെ എടുത്ത് ഞാൻ ഇതാ ഓവർടേക്ക് ചെയ്യുന്നു. കണ്ടില്ലേ, ഓവർടേക്ക് ചെയ്ത് മുന്നിലേക്ക് വന്നു. അപ്പോൾ പിന്നെ നമ്മളെപ്പോഴും ഡാഷ്ബോർഡിൻ്റെ സെൻറ്ററിലൂടെ നോക്കി പിന്നെ റോഡിൻ്റെ സൈഡ് ചേർക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇപ്പോൾ ഇത് ഒരു വളവുണ്ട്, ഞാനിത് ഇത്ര തിരിക്കുന്ന സമയത്ത് നമ്മൾ നോക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലെഫ്റ്റ് ടയർ കറക്റ്റായിട്ട് ആ ബോർഡറിലൂടെ തന്നെയാണോ പോകുന്നത് നോക്കുക. അല്ലാതെ സ്റ്റിയറിങ് നിങ്ങൾ നോക്കി പിന്നെ എത്ര തിരിച്ചു എന്ന് നോക്കി ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ഇതിലേക്ക് നോക്കുന്ന സമയത്ത് ബോർഡറിൽ തന്നെയാണോ കാണുന്നത്, അതായത് പിന്നെ നമ്മുടെ ടയർ ബോർഡറിൽ തന്നെയാണ് ഉള്ളതെന്ന് മാത്രം നോക്കിയാൽ മതി. അപ്പോൾ തന്നെ സ്റ്റിയറിങ് കറക്റ്റായിട്ടുണ്ടാവും. പല ആളുകൾ അത് ചിലപ്പോൾ വിട്ടു പോകുന്നുണ്ട്. നിങ്ങൾക്ക് ലെഫ്റ്റ് മിറർ കൂടെ നോക്കാം. മിറർ നോക്കുമ്പോൾ കറക്റ്റായിട്ട് എത്ര സ്പേസ് വിട്ടിട്ടാണ് പോകുന്നതെന്ന് മനസ്സിലാവും. ഇതാ ഞാനിപ്പോൾ കറക്റ്റായിട്ട് നോക്കുന്നു. ബോർഡറിലൂടെയാണ് ടയർ പോകുന്നത്. കറക്റ്റായിട്ടാണ് പോകുന്നത്. നോക്കി നിങ്ങൾ. പിന്നെ നിങ്ങൾ സ്റ്റിയറിങ് തിരിക്കുന്നതിന് എന്തിനാണ് കൺഫ്യൂഷൻ ആക്കുന്നത്, എത്ര റൗണ്ട് തിരിക്കണം എന്നൊക്കെ എണ്ണുന്നത് എന്തിനാണ്. ഇപ്പോൾ നോക്കി ഇതാ ഞാൻ ബോർഡർ നോക്കുന്നു. കറക്റ്റായിട്ട് ബോർഡർ എന്താ കണ്ടോ, ആ ടയർ ബോർഡറിൽ കൂടെ തന്നെയാണ് പോകുന്നത്. എനിക്ക് വളരെ എളുപ്പത്തിൽ തിരിക്കാൻ പറ്റിയതാ. ഇപ്പോഴൊക്കെ നോക്കിയേ. അതിനനുസരിച്ചിട്ട് ബോർഡറിലേക്ക് ആയില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, സ്റ്റിയറിങ് കുറച്ചും കൂടെ തിരിക്കണം. അത്രയേ ഉള്ളൂ. ഓർഡറിലേക്ക് ആകുന്ന പോലെ സ്റ്റിയറിങ് തിരിക്കണം. ഇതാ ഒരു വളവ് വന്നു. ഞാൻ വീണ്ടും സ്റ്റിയറിംഗ് അല്ല ഞാൻ നോക്കുന്നത്, ഇത് ഇവിടെയാണ് ഞാൻ നോക്കുന്നത്. ഇതാ കണ്ടില്ലേ, വീണ്ടും ഇതാ തിരിഞ്ഞു വന്നു. ഓക്കെ, സ്റ്റിയറിംഗ് വീണ്ടും സ്റ്റഡിയാക്കി. ഞാൻ ഇവിടെ തന്നെയാണ് നോക്കുന്നത്. സ്ട്രെയിറ്റ് ആണ്, ഇതിലൂടെ സ്ട്രെയിറ്റ് ആണ് നോക്കുന്നത്. അപ്പോൾ അങ്ങനെ നോക്കി നിങ്ങൾ ഡ്രൈവ് ചെയ്യാൻ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ എളുപ്പമായിരിക്കും. കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യം വരില്ല, അല്ലാതെ തന്നെ പറ്റും. പക്ഷെ ആദ്യം നിങ്ങൾ ഈ ടെൻഷൻ അടിക്കുന്ന സമയത്ത് ഇങ്ങനെ നോക്കി ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കൂ. അപ്പോൾ ടെൻഷൻ പോയി കിട്ടും. ഇതാ ഇതുവഴി നോക്കുന്നു, ബോർഡറാണ് എനിക്ക് കാണുന്നത്. വളരെ ക്ലിയർ ആയിട്ട് എനിക്ക് ഡ്രൈവ് ചെയ്ത് പോകാൻ വേണ്ടി പറ്റുന്നുണ്ട്. പിന്നെ മറ്റൊരു കാര്യം, നമ്മളിപ്പോൾ മിററിലൂടെ നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലായി വണ്ടിയുടെ ബാക്ക് ടയർ എവിടെയാണെന്ന്. എങ്ങനെ മനസ്സിലാക്കാം? ബാക്ക് ഡോറിൻ്റെ ഹാൻഡിലിന് താഴെയാണ് വണ്ടിയുടെ ബാക്ക് ടയർ. അപ്പോൾ ആ ഡോറിൻ്റെ ഹാൻഡിൽ കൃത്യമായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കുക എവിടെയാണ് ടയർ എന്ന്. ഇപ്പോൾ ഞാൻ ഇതുവഴി നോക്കുന്ന സമയത്ത് ബോർഡറിന് അടുപ്പിച്ചിട്ടാണ് ബാക്ക് ടയർ ഉള്ളത്. സ്ട്രെയിറ്റ് റോഡാണ്. അങ്ങനെ ആകുമ്പോൾ ഫ്രണ്ട് ടയർ എവിടെയായിരിക്കും? ബോർഡറിന് അടുപ്പിച്ച് തന്നെ ആയിരിക്കും. കാരണം എന്താ, ബാക്ക് ടയറിൻ്റെ നേരെ മുമ്പിലല്ലേ ഫ്രണ്ട് ടയർ വരിക. അപ്പം സ്ട്രെയിറ്റ് റോഡ് ആവുന്ന സമയത്ത് നമ്മൾ ബാക്ക് ടയർ എങ്ങനെയാണോ കാണുന്നത് അതേ ഒരു ഡിസ്റ്റൻസിൽ, ക്ലിയറൻസിൽ തന്നെയായിരിക്കും ഫ്രണ്ട് ടയറും ഉണ്ടാവുക റോഡിൽ നിന്ന്. അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നത്. വളരെ സിമ്പിളാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക ഞാൻ പറഞ്ഞ കാര്യം. അപ്പോൾ അതുകൂടെ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യാം. ഇപ്പോൾ ഇതാ പിന്നെ ബാക്ക് ടയർ എനിക്ക് കാണുന്നുണ്ട്. പിന്നെ വൈറ്റ് ലൈൻ അടുപ്പിച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ ഫ്രണ്ട് ടയറും എങ്ങനെയായിരിക്കും പോകുന്നുണ്ടാവുക? വൈറ്റ് ലൈൻ അടുപ്പിച്ചിട്ടായിരിക്കും പോകുന്നുണ്ടാവുക. അതിനർത്ഥം നമ്മൾ സൈഡ് ചേർന്നിട്ടാണ് പോകുന്നത്. ഇപ്പോൾ ബാക്കിൽ നിന്ന് ഒരു വണ്ടി ഹോൺ അടിക്കുന്നുണ്ട്. അവർക്ക് കുറച്ച് പിന്നെ സ്പീഡിൽ പോകണമെന്ന് തോന്നുന്നു. ഞാനിപ്പോൾ ഒന്ന് സ്ലോ ആക്കി കൊടുത്തു. അവർ ഓവർടേക്ക് ചെയ്ത് പോയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. നിങ്ങൾ നോക്കുക, ഞാനിപ്പോൾ സ്ലോ ആക്കി എന്താ അവരെ ഓവർടേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വിടുന്നു. അവരെ ഓവർടേക്ക് ചെയ്യാൻ വിടുന്നു. ഞാൻ നല്ലോണം സ്ലോ ആക്കി. അവർ ഓവർടേക്ക് ചെയ്ത് പോയി. കണ്ടില്ല. ഇനിയിപ്പോൾ ഞാൻ ഈ വളവ് പതിയെ തിരിയാണ്. കണ്ടില്ല. ഞാനിപ്പോൾ ഒക്കെ ശ്രദ്ധിക്കുന്നത് ഈ ലെഫ്റ്റ് ടയർ തന്നെയാണ്. അത് മനസ്സിലാക്കിയിട്ടാണ് നോക്കിയിട്ടാണ് സ്റ്റിയറിംഗ് തിരിക്കുന്നത്. കണ്ടില്ലേ എന്താ. അല്ലാണ്ട് ഞാനിപ്പോൾ സ്റ്റിയറിംഗ് എണ്ണുന്നോ കാര്യങ്ങളോ ഒന്നുമില്ല. സ്റ്റിയറിംഗ് നോക്കാനും പാടില്ല. നമ്മൾ നോക്കേണ്ടത് സ്ട്രെയിറ്റ് ആണ്. സ്ട്രെയിറ്റ് നോക്കുമ്പോൾ നമുക്കിതാ ഇതുപോലെ തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. കണ്ടില്ലേ, നോക്കി. വണ്ടിയുടെ ഫ്രണ്ട് നോക്കാം. നമ്മൾ കറക്റ്റായിട്ട് തിരിഞ്ഞ് വരുന്നുണ്ടോ, അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച ലെവലിൽ പോകുന്നുണ്ടോ നോക്കാം. ഒരാളൊക്കെ റോഡിൽ കാണുന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് മാറ്റി തിരിക്കുക സ്റ്റിയറിംഗ്. എന്താ വെച്ച് കഴിഞ്ഞാൽ അപകടം ഒരിക്കലും ഉണ്ടാകാൻ വേണ്ടിയിട്ട് പാടില്ല. എന്താ കണ്ടോ, ഞാനിപ്പോൾ കുറച്ചൊന്ന് റൈറ്റ് ചേർത്തെടുത്തു. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചൊരു സേഫ് സൈഡിലായിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. കണ്ടില്ലേ, നോക്കിയേ നിങ്ങൾ. വളവ് തിരിഞ്ഞു. നിങ്ങൾ ഇങ്ങനെ തന്നെ നിങ്ങളൊന്ന് തിരിച്ചു നോക്കൂ ഇനി ഡ്രൈവ് ചെയ്യുന്ന സമയത്ത്. ഈ ഒരു വണ്ടിയുടെ
പിന്നെ ഡാഷ്ബോർഡിൻ്റെ സെൻറ്റർ മനസ്സിലാക്കുക, അതേപോലെ തന്നെ സ്ട്രെയിറ്റ് ആയിട്ട് നോക്കുക. സ്ട്രെയിറ്റ് ആയിട്ട് നോക്കിയിട്ട് ഒന്ന് ഡ്രൈവ് ചെയ്ത് നോക്കൂ. കണ്ടില്ലേ, ഇപ്പോൾ മുമ്പിലൊരു ബസ്സൊക്കെ ഉണ്ട്. ഞാൻ ഓവർടേക്ക് ചെയ്യാനൊന്നും ശ്രമിക്കുന്നില്ല, പതിയെ പോവുകയാണ്. കണ്ടില്ലേ, പതിയെ പതിയെ പോകുന്നു. ഇനി എനിക്ക് ഇവിടുന്ന് റൈറ്റാണ് പോകേണ്ടത്. ഞാൻ സ്വാഭാവികമായിട്ട് ഒരു റൈറ്റ് ഇൻഡിക്കേറ്റർ കൊടുത്തു. റൈറ്റ് ഇൻഡിക്കേറ്റർ കൊടുത്തിട്ട് പതിയെ പോകുന്നു. ഇവിടുന്ന് എനിക്ക് റൈറ്റാണ് പോകേണ്ടത്. ബാക്കിൽ മുമ്പിലൊക്കെ വണ്ടി ഉണ്ടോ എന്ന് നോക്കി, ഇല്ലയെന്ന് ഉറപ്പുവരുത്തിയിട്ടാണ് പോകുന്നത്. അടുപ്പിച്ചിട്ട് വണ്ടി ഉണ്ടെങ്കിൽ നമ്മൾ വെയിറ്റ് ചെയ്യണം കുറച്ച്. തൊട്ട് ബാക്കിലൊക്കെ വേറെ വണ്ടി ഓവർടേക്ക് ചെയ്യാനൊക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം. അപ്പോൾ മുമ്പിലൊരു ബസ് ഉണ്ട്, ശ്രദ്ധിച്ച് പോകണം. ബസ്സിൻ്റെ ബാക്കിൽ പോകുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക, ഒരുപാട് അടുപ്പിച്ച് പോകരുത്. എല്ലാ സ്റ്റോപ്പുകളിലും ബസ് നിർത്തും. നമുക്ക് സ്റ്റോപ്പ് കറക്റ്റ് അറിയില്ലെങ്കിൽ ചിലപ്പോൾ പിന്നെ അപകടങ്ങൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഇതാ വണ്ടിയുടെ ബസ് ഇവിടെ നിർത്തി. മുമ്പിൽ വേറൊരു വണ്ടി വരുന്നുണ്ട്. മുമ്പിൽ ബസ് ഇവിടെ നിർത്തിയത്. 2 ബസ് കഷ്ടി പോകുന്ന റോഡാണിത്. കണ്ടില്ലേ, നോക്കി നിങ്ങൾ. എന്താ പതിയെ 2 വണ്ടി പോകുന്ന നോക്കി നിങ്ങൾ. ഇത്ര വീതി കുറഞ്ഞ റോഡിൽ 2 ബസ് പോകുന്ന കണ്ടില്ലേ നിങ്ങൾ. പതിയെ പോകുന്നു. നമ്മളും പതിയെ പോകുന്നു. നോക്കി നിങ്ങൾ. വളരെ സ്മൂത്തായിട്ട് നമുക്കിങ്ങനെ ഡ്രൈവ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് കഴിയും. ഇനി വീണ്ടും ഒരു ബസ് ഉണ്ട്. ഇങ്ങനെയാണ് പോകുന്നത് നോക്കുക. 2 ബസ് പിന്നെ വരുന്ന സമയത്ത് ചെറിയ റോഡാണ്, നമുക്കറിയാം. ഞങ്ങൾ കണ്ടില്ലേ, വീതി കണ്ടില്ലേ. പക്ഷെ 2 ബസ് കറക്റ്റായിട്ട് പിന്നെ അടുപ്പിച്ച് പോകുന്നതും നിങ്ങൾ കണ്ടു. ഇനി നിങ്ങൾ നോക്കുക, ഇപ്പോൾ ഇതാ എതിരെ ഒരു ബസ് ഉണ്ട്. ആ ബസ് ഇപ്പോൾ റിവേഴ്സ് എടുക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ബസ്സിന് പോകാൻ വേണ്ടിയുള്ള ഒരു ഗ്യാപ്പ് അവിടെ ഇല്ല. അപ്പോൾ അത് സ്വാഭാവികമായിട്ട് ഒരു വണ്ടി റിവേഴ്സ് എടുക്കേണ്ടി വരും. ഇപ്പോൾ ആ ഒരു ബസ് റിവേഴ്സ് എടുക്കുന്നുണ്ട്. നമ്മളിവിടെ വെയിറ്റ് ചെയ്യുകയാണ്. നമ്മളിവിടെ തിരക്ക് പിടിച്ച് പോകാൻ വേണ്ടിയിട്ട് നോക്കരുത്. ഈ ബസ് ഇപ്പോൾ സ്റ്റോപ്പ് ചെയ്ത് അതുകൊണ്ടാണ്. മറ്റേ ബസ് റിവേഴ്സ് എടുക്കുന്നുണ്ട്. തൊട്ട് മുന്നിലൊരു ബസ് വരുന്നുണ്ടായിരുന്നു, അതായത് ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് വരുന്ന ബസ്സാണ് റിവേഴ്സ് എടുക്കുന്നത്. കണ്ടില്ല, ഇവിടെ സ്റ്റോപ്പ് ചെയ്തു. നമ്മൾ പതിയെ പോവാണ്. ആ ബസ് പോകുന്നുണ്ട്. എവിടെയെങ്കിലും റിവേഴ്സ് എടുത്ത് മുന്നിലെ ബസ് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടാവും, അതുകൊണ്ടായിരിക്കും അങ്ങനെ പോകുന്നത്. പതിയെ പോകുന്നത്. ഇതാ കണ്ടില്ലേ, മുന്നിലെ ബസ് നിങ്ങൾ നോക്കി, മാക്സിമം റിവേഴ്സ് എടുത്ത് നിർത്തുന്ന നോക്കി. സ്കൂൾ ബസ്സാണ് അത് ആക്ച്വലി. കണ്ടില്ലേ, അതിങ്ങനെ മാക്സിമം സൈഡാക്കുന്നു. ഈ ഒരു ബസ് മാക്സിമം സൈഡ് ചേർത്ത് പോകുന്നുണ്ട്. കണ്ടില്ലേ, നോക്കി നിങ്ങൾ. നമ്മളും മാക്സിമം സൈഡ് ചേർക്കുവാണ്, അല്ലെങ്കിൽ ആ ബസ്സിന് പോകാൻ വേണ്ടി കഴിയില്ല. നമ്മൾ ഈ ബസ്സിൻ്റെ ബാക്കിൽ മാക്സിമം സൈഡ് ചേർത്തിട്ട് ഇങ്ങനെ പോകുന്നു. കണ്ടില്ലേ, ആ ബസ് നോക്കിയാൽ നിങ്ങൾ മാക്സിമം റൈറ്റ് ചേർത്ത് പോകുന്നത്. കണ്ടില്ലേ, ഓക്കെ ഫൈൻ. കണ്ടില്ലേ, ഇതാ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട് 2 ബസ്സും തമ്മിലിപ്പോൾ. ഓക്കെ, നമ്മളധികം അടുപ്പിക്കുന്നില്ല. ഓക്കെ, ചെറിയൊരു ഗ്യാപ്പ് വെച്ചിട്ടാണ് 2 ബസ്സും തമ്മിൽ പോകുന്നത്. നോക്കി നിങ്ങൾ, എത്ര പ്രാക്ടീസാണ്. പിന്നെ ഹെവി വെഹിക്കിളൊക്കെ ഓടിക്കുന്ന ഡ്രൈവേഴ്സിന് നല്ല പ്രാക്ടീസ് ഉണ്ടാവും. കണ്ടില്ലേ നിങ്ങൾ, പതിയെ എടുത്ത് പോകുന്നുണ്ടില്ലേ. നമ്മൾ ഇതിൻ്റെ ബാക്കിൽ പതിയെ പോവുകയാണ്. കണ്ടില്ലേ, ഇപ്പോൾ ഓക്കെ. അപ്പോൾ ഇതേപോലെയുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നല്ല ക്ഷമയോട് കൂടിയിട്ട് ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റണം. നല്ല ക്ഷമയുള്ളവർക്ക് മാത്രമേ നല്ലൊരു ഡ്രൈവർ ആവാൻ വേണ്ടിയിട്ട് കഴിയുള്ളൂ. എന്തായാലും വീണ്ടും മറ്റൊരു വ്ളോഗിൽ കണ്ടുമുട്ടാമെന്ന ശുഭപ്രതീക്ഷയോടെ ഞാൻ സജീഷ് ഗോവിന്ദൻ. താങ്ക് യു.